ശരിക്കും ഇവിടെ 10 ദിവസത്തെ പൊങ്കാല മഹോത്സവമാണ് നടക്കുന്നത്. അത് തോറ്റംപാട്ടിലൂടെയാണ് ഈ ഓരോ ദിവസത്തെയും ഉത്സവത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് കണ്ണകി ചരിതമാണ്. കണ്ണകിയുടെ ആദ്യത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത്. വിവാഹം, അതിനുശേഷം കോവിൽ ചിലമ്പുമായി പോകുമ്പോൾ സംശയത്തിൻ്റെ പുറത്ത് അവർ പാണ്ഡ്യരാജാവ് വധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പിന്നെ ദേവി ജീവൻ നൽകുകയും പാണ്ഡ്യരാജാവിനെ അവിടെ മധുര നഗരം മുഴുവൻ ചുട്ടുകരിക്കുകയും ഒക്കെ ചെയ്ത് വരുന്ന ദേവിയെ ആണ് ഈ സ്ത്രീജനങ്ങൾ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നത് എന്നൊരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും ഇവിടെ ഒരു ബാലിക വന്ന് ഈ ദേവിയുടെ ഒരു സാമീപ്യം ഇവിടെ അറിയാൻ സാധിച്ചത്, അതായത് കണ്ണകി ഇവിടെ മധുരയിൽ നിന്നും പോകുന്ന വഴിയിൽ കണ്ട ഒരു സ്ഥലം, സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നുള്ള ഒരു സ്ഥലം, അത് പിൽക്കാലത്ത് മുല്ലൂവീട് കാരണവർ കിള്ളിയാറ്റിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ബാലിക കരയ്ക്ക് അപ്പുറം നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയുകയും അദ്ദേഹം കൊണ്ടുവരികയും തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അകത്ത് പോയി തിരിച്ചു വന്നപ്പോൾ കാണാതാകുകയും സ്വപ്നത്തിൽ ഒരു ദേവീ ദർശനം നൽകുകയും എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അമ്പലം ചെയ്യണമെന്നുള്ള ഒരു കാര്യം പറയും. അങ്ങനെ അമ്പലം ഉണ്ടായതായിട്ടും ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. ഇതിനെല്ലാം അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. എന്തായാലും ഒരു ദേവിയുടെ ചൈതന്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയപ്പെടുകയും അവിടെ ഒരു ചെറിയ ക്ഷേത്രം വരികയും പിൽക്കാലത്ത് അത് ഭക്തജനങ്ങളുടെ പ്രവാഹം ഉണ്ടാവുകയും പിന്നെ ദേവിയുടെ ആ ഒരു ദർശനം കൊണ്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു സംതൃപ്തി, അവരുടെ ആവശ്യങ്ങളായാലും വിഷമങ്ങളായാലും പറയാൻ വരുമ്പോൾ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജം അല്ലെങ്കിൽ സംതൃപ്തിയാണ് ആ ദേവിയോടുള്ള അടുപ്പം കൂടുന്നത്.